ഇന്നൊരു ഹോം മെയ്ഡ് സൺസ്ക്രീനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് സൺസ്ക്രീൻ റെഡിയാക്കാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വെൽക്കം ബാക്ക് ടു ടിപ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോം മെയ്ഡ് സൺസ്ക്രീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമായിട്ടുണ്ടാവും. കാരണം എല്ലാവർക്കും ഒരു വിഷമമാണ് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഏത് ചൂസ് ചെയ്യണം, ഏതാണ് ബെറ്റർ, അയ്യോ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഫേസൊക്കെ ഭയങ്കര ഡള്ളാവുന്ന പോലെയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് മേടിക്കാൻ അറിയാത്തവർക്കൊക്കെ ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടും ശ്രദ്ധിച്ചും ചെയ്യണം. എന്ത് പാക്ക് നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയുകയാണ്. പിന്നെ എല്ലാ പ്രൊഡക്റ്റും എല്ലാം നമ്മൾ ഹോം മെയ്ഡായിട്ടാണെങ്കിലും ശരി, എന്ത് പാക്കാണെങ്കിലും എല്ലാവർക്കും എല്ലാ സ്കിന്നിനും നമുക്ക് അതുപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഞാൻ ആദ്യം തന്നെ പറയുവാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൺസ്ക്രീൻ ഒന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്കറിയാം സൺസ്ക്രീനിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട്. അതും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ചൂടത്ത് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഇനി സൺസ്ക്രീൻ ഒന്നും ഇല്ല എങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേ പോകരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രമാത്രം പ്രശ്നമാണ്. നമ്മൾ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സൺസ്ക്രീൻ നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം സ്കിന്നിന് സ്കിൻ CTM ഒക്കെ ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ ചെയ്യാൻ. അല്ലാതെ സൺസ്ക്രീൻ മാത്രമായിട്ട് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനും പാടില്ല കേട്ടോ. മോയ്സ്ചറൊക്കെ ചെയ്തതിന് ശേഷം വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. പലവർക്കും ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിതെല്ലാം എടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും പുറത്തിറങ്ങുമ്പോൾ ഈ ചൂടത്ത് നമ്മൾ കുടയോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതിയിരിക്കുക. വെയിൽ കൊള്ളാതെ മാക്സിമം ഫേസിലേക്ക് ഷോൾ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും സൺലൈറ്റ്, നമുക്ക് സൂര്യപ്രകാശം സ്കിന്നിലേക്ക് ഏൽക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഫേസ് എന്ന് പറയണത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നിലേക്ക് പെട്ടെന്ന് ടാനും കാര്യങ്ങളെല്ലാം വരാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് കവർ ചെയ്യുക. സൺസ്ക്രീൻ ഇട്ടാൽ പോലും സൺസ്ക്രീൻ ഇടാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം വേണം. അതായത് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ CTM എല്ലാം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ ഇതെല്ലാം ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. പലവർക്കും ക്ലെൻസർ അവരവരുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ക്ലെൻസർ എന്താണെന്നോ ടോണർ എന്താണെന്നോ മോയ്സ്ചറൈസർ ഒന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. സോ അതൊക്കെ നിങ്ങളത് മനസ്സിലാക്കി തന്നെ മേടിക്കണം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ നിങ്ങൾക്കൊരു ഗൈഡ് ചെയ്യണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കും കറക്റ്റായിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീൻ അറിയണം, നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. 3 മാസത്തേക്ക് ഞാൻ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ കറക്റ്റായിട്ട് സ്കിന്നിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പലർക്കും അറിയില്ല എന്താണ് സ്കിൻ കെയർ എന്നേ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, സ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വീഡിയോ കോൾ വഴി നമുക്ക് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ അവൈലബിൾ ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സ്കിന്നും ഒരു ക്ലിയർ സ്കിന്നാക്കാം. കാരണം നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെപ്പോഴും ഓക്കെ ആയിരിക്കണം, നമ്മുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരില്ല. അത് മാത്രമല്ല, എല്ലാവരുടെ വിഷമം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടണം. നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റുകൾ, പല ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ ചെയ്തിട്ടും പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടുള്ള ആൾക്കാരും എല്ലാം തന്നെയുണ്ട്. അവർക്ക് അതെല്ലാം ചെയ്തിട്ടും ഒരു രീതിയിലുള്ള റിസൾട്ടും കിട്ടുന്നില്ല. എനിക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ എന്താണ് നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നം എന്നൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു തരാനും ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും നിങ്ങൾക്ക് നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഫീസ് ഉണ്ട് കേട്ടോ, 3 മാസത്തേക്ക് 5000 ആണ്. കാരണം ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഇതൊക്കെ വെറുതെ ആണോ, കാരണം നമ്മളുടെ അത്രയും സമയം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ അതിന് 3 മാസത്തേക്കാണ് നമുക്ക് 5000 വരുന്നത്. താല്പര്യമുള്ളവരും ആ പൈസ നമുക്ക് ചെയ്യാൻ പറ്റുന്നവരും പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുന്നവരൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് റേറ്റുള്ള പ്രൊഡക്റ്റാണോ മാം പറഞ്ഞു തരുന്നതെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെയില്ല, ഒരുപാട് റേറ്റ് എന്നുള്ളതല്ല, കറക്റ്റ് ക്വാളിറ്റി ഉള്ളത്. അതായത് എന്നെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഒരു 10 ദിവസം കൊണ്ട് വെളുക്കാനോ എന്താ പറയുക അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ തരത്തില്ല. നമ്മൾ ആദ്യം ഇവിടെ നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഹെൽത്തി ആക്കിക്കൊണ്ട് നമ്മൾ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ടൈമിലേക്കാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. കുറച്ച് ദിവസത്തേക്കോ കുറച്ച് മാസത്തേക്കോ അല്ല നമ്മൾ ചെയ്യുന്നത്. ലൈഫ് ടൈം നമ്മളുടെ സ്കിന്നിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് നമ്മളുടെ സൺസ്ക്രീൻ തയ്യാറാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വളരെ ഈസിയാണ്. കുറച്ച് അലോവേറ എടുക്കുക. അലോവേറ കുറച്ചെന്ന് വെച്ചാൽ 1 സ്പൂൺ എടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലാണ് കംഫർട്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാം. അത് നല്ല രീതിയിൽ ആദ്യം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സിങ്ക് ഓക്സൈഡ് പൗഡർ നമുക്ക് ഓൺലൈനിലെല്ലാം മേടിക്കാൻ കിട്ടും. അത് കുറച്ചത് 1/2 സ്പൂണാണ്, ഒത്തിരി കൂടുതൽ എടുക്കരുത് കേട്ടോ. 1/2 സ്പൂൺ എടുക്കുക. അത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ 1 സ്പൂൺ അലോവേറ ഇടുക. ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ആദ്യം 1 സ്പൂൺ അലോവേറ എടുത്തു, ദെൻ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിലോ അതുപോലെ തന്നെ നമുക്ക് ഒലിവ് ഓയിലോ ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ സിങ്ക് ഓക്സൈഡ് 1/2 സ്പൂൺ എടുക്കുക കേട്ടോ, 1/2 ടീസ്പൂൺ എടുത്താൽ മതി. സോ സിങ്ക് ഓക്സൈഡ് എടുത്തു, അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അലോവേറ ജെൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം 1 സ്പൂൺ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മളത് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് ഒരു മോയ്സ്ചറൊക്കെ ചെയ്തതിന് ശേഷം പുറത്ത് പോകുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഇത് നമുക്കൊരു 10 to 20 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എന്ത് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും ഇച്ചിങ്ങോ ചൊറിച്ചിലോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കരുത്. അത് വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. കാരണം ഹോം മെയ്ഡായിട്ടാണ്, പെട്ടെന്ന് പോയി നമ്മൾ ചെയ്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാന്നുള്ളതല്ല. നമ്മളുടെ ഫേസിൻ്റെ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കയ്യിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൻ്റെ ഒരു കോർണറിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ ബേണിങ്ങോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമ്മളത് ചെയ്യരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അലോവേറ ഉണ്ട്, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടും. സിങ്ക് ഓക്സൈഡ് നമുക്ക് ഓൺലൈനിലെല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. സിങ്ക് ഓക്സൈഡ് മേടിക്കുക, അത് പൗഡറാണ്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. ദെൻ അതിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് അലോവേറ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു, ക്രീമി ടെക്സ്ചറിലാക്കുന്നു, അപ്ലൈ ചെയ്ത് കൊടുക്കും. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അത് കാരണം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഈ ചൂട് കാലത്ത് മാത്രമല്ല കേട്ടോ, എല്ലായ്പ്പോഴും നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്ക് നല്ലതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സമ്മർ സീസണിൽ മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നില്ല. ഏത് സീസണിലാണെങ്കിലും സൺസ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും വേണം. പിന്നെ പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഡെയിലി നമ്മൾ സ്കിൻ കെയർ ചെയ്യുക, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, നൈറ്റ് കെയർ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതുപോലെ മോർണിംഗിൽ ഇത്രയും ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ ഇടാൻ കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റ് ആവും. മോയ്സ്ചർ ചെയ്യാതെ സൺസ്ക്രീൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മാം എനിക്ക് ഓയിലി സ്കിന്നാണ്, എനിക്ക് ഏത് സൺസ്ക്രീൻ നന്നായിരിക്കും, എനിക്ക് ഡ്രൈ സ്കിന്നാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫേസ് നോക്കാതെ നമ്മൾ വെറുതെ ഒരു ഇന്ന സൺസ്ക്രീൻ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓയിലി സ്കിന്നിൽ നിങ്ങളുടെ പ്രശ്നം എത്രത്തോളം ഓയിലുണ്ട്, എങ്ങനെയാണ്, എത്രത്തോളം ഓയിൽ മീൻസ് നമുക്ക് ചിലവർക്ക് ഭയങ്കര ആഗ്നെ പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും, അതിൽ ഓപ്പൺ പോർട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അതിനെ റിപ്ലൈ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക്
താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് വരണം. നമ്മളുടെ ഈ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടി കൂടി കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുക, അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് ചെയ്യുക, പാച്ച് ടെസ്റ്റ് കൊടുക്കുക ഒക്കെയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.